നമസ്കാരം. അമേരിക്കൻ കുറ്റാന്വേഷണ ഏജൻസിയായ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ അതായത് FBI തലവനായി തന്റെ വിശ്വസ്തനെ നിശ്ചയിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യൻ വംശജനായ കശ്യപ് പട്ടേലിനെയാണ് സുപ്രധാന പദവിയിൽ നിയമിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാഷ് പട്ടേൽ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. നേരത്തെ CIA തലവനാകുമെന്നാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നതെങ്കിലും ഇപ്പോൾ FBI ഡയറക്ടറായാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. രാജ്യത്തെ മുൻനിര കുറ്റാന്വേഷണ ഏജൻസിയുടെ തലപ്പത്തേക്കാണ് കശ്യപ് പട്ടേൽ എത്തുന്നത്. നേരത്തെ FBI വിമർശനം ഉന്നയിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് പട്ടേൽ. FBI പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ വിമർശകനാണ് പട്ടേൽ. പലപ്പോഴും സർക്കാരിനുള്ളിൽ ഗൂഢാലോചനക്കാർക്കെതിരെ അദ്ദേഹം നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. കശ്യപിനെ നിയമിച്ചതോടെ ട്രംപ് തന്റെ വിശ്വസ്തനെ സുപ്രധാന സ്ഥാനങ്ങളിൽ നിയമിക്കുന്നതിന്റെ തെളിവ് കൂടിയായി മാറുകയാണ്. സാമൂഹിക മാധ്യമമായ സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ നിർണായക പ്രഖ്യാപനം എത്തിയത്. കാഷ് ഒരു മികച്ച അഭിഭാഷകനും അന്വേഷകനും അമേരിക്ക ഫസ്റ്റ് നിലപാടുള്ള ചാമ്പ്യനുമാണ്. അഴിമതി തുറന്നുകാട്ടാനും നീതിയെ സംരക്ഷിക്കാനും അമേരിക്കൻ ജനതയെ സംരക്ഷിക്കാനും തന്റെ കരിയർ ചെലവഴിച്ചുവെന്നാണ് ട്രംപ് സോഷ്യലിൽ കുറിച്ചത്. ഗുജറാത്തി മാതാപിതാക്കളുടെ മകനായി അമേരിക്കയിൽ ജനിച്ചു വളർന്ന കശ്യപ് ട്രംപിന്റെ ഏറ്റവും വിശ്വസ്തനായാണ് അറിയപ്പെടുന്നത്. ഈസ്റ്റ് ആഫ്രിക്കയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ ഇന്ത്യൻ വംശജരുടെ മകനാണ് കശ്യപ്. ഒന്നാം ട്രംപ് ഭരണകൂടത്തിൽ തീവ്രവാദ വിരുദ്ധ സേനയുടെ ഡെപ്യൂട്ടിയായി സേവനമനുഷ്ഠിച്ചത് പട്ടേലായിരുന്നു. അന്ന് നിരവധി ഓപ്പറേഷനുകളാണ് പട്ടേൽ നടത്തിയത്. ഐസിസിനും അൽഖ്വയ്ദയ്ക്കുമെതിരെയുള്ള അന്താരാഷ്ട്ര ഓപ്പറേഷനുകൾക്ക് ചുക്കാൻ പിടിച്ച വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. ഐസിസ് തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദിയെയും അൽഖ്വയ്ദ കമാൻഡർ കാസിം അൽ റിമിയെയും വധിച്ച പദ്ധതികൾക്ക് രൂപം നൽകിയതും പട്ടേലായിരുന്നു. സെനറ്റിലും വൻ വിജയം കരസ്ഥമാക്കിയതോടെ അവിടെയും റിപ്പബ്ലിക്കന്മാർക്കാണ് ആധിപത്യം. ട്രംപ് പ്രസിഡന്റായ ആദ്യ ടൈമിൽ അഭിഭാഷകനായ കശ്യപ് പട്ടേലിനെ ഭരണത്തിന്റെ അവസാന ആഴ്ചകളിൽ CIA ഡെപ്യൂട്ടി ഡയറക്ടറായി നിയമിക്കാൻ പദ്ധതിയിട്ടിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. ഗുജറാത്തി വംശജരായ കശ്യപ് പട്ടേലിന്റെ മാതാപിതാക്കൾ കിഴക്കൻ ആഫ്രിക്കയിലാണ് വളർന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് 1970കളിൽ ഉഗാണ്ടയിൽ നിന്ന് US കുടിയേറുകയായിരുന്നു. 1980 ന്യൂയോർക്കിലെ ഗാർഡൻ സിറ്റിയിലാണ് പട്ടേൽ ജനിച്ചു വളർന്നത്. നാഷണൽ ഇന്റലിജൻസ് ആക്ടിംഗ് ഡയറക്ടറുടെ മുതിർന്ന ഉപദേശകനായും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രതിരോധ സെക്രട്ടറിയുടെ ചീഫ് ഓഫ് സ്റ്റാഫായും കശ്യപ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. UK യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലണ്ടൻ ഫാക്കൽറ്റി ഓഫ് ലോസിൽ നിന്ന് ഇന്റർനാഷണൽ ലോയിൽ ബിരുദം നേടിയ അദ്ദേഹം റിച്ച്മണ്ട് സർവകലാശാലയിൽ ബിരുദ പഠനം പൂർത്തിയാക്കി. ഒരു പബ്ലിക് ഡിഫൻഡറായി തന്റെ കരിയർ ആരംഭിച്ച അദ്ദേഹം കൊലപാതകം, മയക്കുമരുന്ന് കടത്ത്, സംസ്ഥാന ഫെഡറൽ കോടതികളിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട സങ്കീർണമായ നിരവധി കേസുകളാണ് കൈകാര്യം ചെയ്തത്. ട്രംപിന് വേണ്ടി എന്തും ചെയ്യുന്നയാൾ എന്നാണ് പട്ടേൽ അറിയപ്പെടുന്നത്. യുക്രൈൻ യുദ്ധത്തിൽ ട്രംപ് തിരിച്ചടി നേരിട്ടുകൊണ്ടിരുന്ന ഘട്ടത്തിലാണ് ഉപദേഷ്ടാവായി പട്ടേൽ നിയമിതനാകുന്നത്. 1919 നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൽ പട്ടേൽ അംഗമായി. പ്രതിരോധവും സുരക്ഷയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളിൽ നടത്തിയ ഇടപെടലുകൾ ട്രംപിന് പട്ടേലിൽ ഉണ്ടായിരുന്ന വിശ്വാസം വളർത്തി. 2016 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റഷ്യൻ ഇടപെടൽ ഉണ്ടായെന്ന ആരോപണത്തിൽ നടന്ന അന്വേഷണത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുകയും റിപ്പബ്ലിക്കൻ താൽപര്യം സംരക്ഷിക്കുകയും ചെയ്തു. 2020 ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് ആക്ടിംഗ് ഡയറക്ടർ റിച്ചാർഡ് ഗ്രനലിന്റെ പ്രിൻസിപ്പൽ ഡെപ്യൂട്ടിയായി നിയമിക്കപ്പെട്ടു. ആക്ടിംഗ് ഡിഫൻസ് സെക്രട്ടറി ക്രിസ്റ്റഫർ മില്ലറുടെ ചീഫ് ഓഫ് സ്റ്റാഫായും പിന്നീട് നിയമിതനായി. ഇതോടെ പ്രതിരോധ വിഭാഗത്തിൽ നിർണായക സ്വാധീനമുള്ള വ്യക്തിയായി പട്ടേൽ മാറിയിരുന്നു. ട്രംപിന്റെ ആദ്യ ടൈമിന്റെ അവസാനം പട്ടേൽ CIA ഡെപ്യൂട്ടി ഡയറക്ടറായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടെങ്കിലും CIA നിന്ന് തന്നെ എതിർപ്പുയർന്നു. ഡയറക്ടർ ജീന ഹാസ്പെലും അറ്റോർണി ജനറൽ ബിൽ ബാറുമാണ് എതിർത്തത്. പട്ടേലിന് വേണ്ടത്ര പരിചയം ഇക്കാര്യത്തിൽ ഇല്ലെന്നായിരുന്നു നിലപാട്. ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് അന്താരാഷ്ട്ര നിയമത്തിൽ സർട്ടിഫിക്കറ്റും കരസ്ഥമാക്കിയിട്ടുണ്ട്. അഭിഭാഷകനായി കരിയർ ആരംഭിച്ച പട്ടേൽ ക്രിമിനൽ, മയക്കുമരുന്ന്, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ എന്നിവയിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചതും. ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിൽ ടെററിസം പ്രോസിക്യൂട്ടറായാണ് ഫെഡറൽ ഗവൺമെന്റിന്റെ ഭാഗമാകുന്നത്. ആഗോള ഭീകരവിരുദ്ധ ഓപ്പറേഷനുകളിലും ഭാഗമായി. പിന്നീട് നാഷണൽ ഇന്റലിജൻസ് ആക്ടിംഗ് ഡയറക്ടറുടെ പ്രിൻസിപ്പൽ ഡെപ്യൂട്ടിയായി നിയമിതനാവുകയും ചെയ്തു. നന്ദി.